ഹലോ, വെൽക്കം ടു വേൾഡ് ചാനൽ ദ വീഡിയോ ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം റിയൽ ആയിട്ടുള്ളതാണോ, അവർ നിങ്ങളുമായിട്ട് ജെനുവിൻ ആയിട്ടാണോ നിൽക്കുന്നുള്ളത്, നിങ്ങളോട് ഇപ്പം ഓക്കെ ഫൈൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും നിങ്ങൾ അത്രയും കാലം അവർ നിങ്ങളുടെ അടുത്ത് ജെനുവിൻ ആയിട്ടായിരുന്നോ എന്നിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സജസ്റ്റഡ് ടോപ്പിക് ആയിരുന്നു, നമുക്ക് നോക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും ഇത് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, ബട്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അത് നിങ്ങൾ ചിന്തിക്കുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സ്, എന്റെ പേഴ്സൺ, എന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് ജെനുവിൻ ആയിട്ടാണോ നിന്നിട്ടുള്ളത്? ജെനുവിൻ ആയിട്ടാണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ടു ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഇവിടെ ഫസ്റ്റില് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഹാപ്പി ആയിട്ടുണ്ടാവും. ടു ഓഫ് കപ്സ് വന്നല്ലോ നോക്കിയിട്ട്. ഓക്കെ ഫൈൻ, ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രസന്റ് എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇവർ നിങ്ങളെ ജെനുവിനായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ 24/7 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസന്റ് സിറ്റുവേഷൻ എസ്പെഷ്യലി നിങ്ങൾക്ക് അവരെ കുറിച്ചിട്ട് അങ്ങ് ചിന്ത വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്രമാത്രം ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചു, ആൾക്ക് എന്നോട് ഒരു സ്നേഹവും ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ ആവാനായിട്ടുള്ള എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻസ് എന്താ പറയാ, ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഈസിലി ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ലവ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു സിറ്റുവേഷൻസിൽ പോലും അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ അടുത്തേക്ക് ഗിവ് അപ്പ് ചെയ്യത്തില്ല. എത്രയാണെങ്കിലും അവർ ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ലൈക്ക് അയാളെ ട്രൈ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ട്രൈ ചെയ്തില്ലല്ലോ, ആത്മാർത്ഥമായിട്ട് സ്നേഹം ഇല്ല എന്നുള്ള ഒരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ പ്രസന്റ് എനർജീസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു സോൾ ടു സോൾ കണക്ഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ഫിസിക്കലി ഇവരുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിലും നിങ്ങൾ എനർജി ലെവലിൽ നിങ്ങൾ കണക്റ്റഡ് ആണ് ഈ ഒരു വ്യക്തിയായിട്ട്. എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്റെ വ്യൂവേഴ്സിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇവര് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്ന അത്രയും ടൈമിലും നിങ്ങളെ ശരിക്കും ഇവരെ ലക്കായിട്ടുള്ള, നമ്മൾ പറയത്തില്ല ലക്കി ചാം, നമ്മൾ പറയത്തില്ല, ആ ഒരു എനർജിയിലാണ് ഇവർ നിന്നിട്ടുള്ളത്. നിങ്ങൾ വളരെ ലക്കാണെന്ന് ഇവരുടെ ലൈഫില്. നിങ്ങളെന്ന് പറയുന്നത് മേ ബി ഇവരുടെ ലൈഫിൽ ഒരു സൺ ആയിരിക്കാം. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ. അബൻഡൻസ്, സൺ എന്നുള്ള കാർഡിന് പകരം നമ്മൾ അബൻഡൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നതിന് ശേഷം വച്ചടി ഉയരങ്ങൾ മാത്രമായിരിക്കും ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു ലൈഫില്, അവരുടെ ആ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ആ ഒരു ലൈഫില് നിങ്ങളെന്ന് പറയുന്ന ഒരു സണ്ണായിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സണ്ണിന്റെ റോളാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വഹിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത് ഇത്രയും കാലം. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ, ആള് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. കുറച്ച് കാർഡ്സും കൂടി നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. പക്ഷെ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്മിറ്റ്മെന്റോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഇവർ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ആക്ഷനിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കുള്ള ഫീലിങ്സും ഇമോഷൻസും പലപ്പോഴും അത്ര ജെന്യുവൻ ആയിട്ടുള്ളത് കൊണ്ട് അവർ നിങ്ങളെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ ലൈറ്റ് ഓഫറിന്റെ മുന്നിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തരും, അല്ലെ അവരൊരു കമ്മിറ്റ്മെന്റ് തരും, എന്റെ അടുത്ത് സ്റ്റേബിൾ ആയിട്ടിരിക്കും ആളുടെ ക്യാരക്ടർ, എന്നല്ലെങ്കിൽ നാളെ ചേഞ്ച് ആകുമെന്നുള്ളൊരു ഹോപ്പില് നിങ്ങൾ പലപ്പോഴും ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം ആണ്. ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആളൊരു ക്ലാരിറ്റിയിലെത്തും. നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി തരുന്ന, നിങ്ങൾ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലില്
ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ട്. എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, മെന്റൽ ക്ലാരിറ്റി ഇല്ല. എക്സാക്ട് ഈ ഒരു കണക്ഷൻ എന്താണെന്നോ, ഈ ഒരു വ്യക്തി എക്സാക്ട് നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്നോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു എനർജി. ചില സമയത്ത് റിലേഷൻഷിപ്പ് ആണെന്ന്, ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സിറ്റുവേഷൻഷിപ്പിന്റെ എനർജീസും ആയിരിക്കാം ചിലരൊക്കെ ഇവിടെ ഡീൽ ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ആണോ ചോദിച്ചാൽ യെസ്, ഫ്രണ്ട്ഷിപ്പ് ആണോ ചോദിച്ചാൽ യെസ്. ഒരു എനർജിയിലാണ് ഇവിടെ നിങ്ങൾ നിന്നിട്ടുള്ളത്. ശരിക്കും അതിൽ ഈ ഒരു കണക്ഷൻ എക്സാക്ട് എന്താണെന്നുള്ള ഒരു എനർജി അവിടെ നിങ്ങൾക്ക് തന്നിട്ടില്ല. സിറ്റുവേഷൻഷിപ്പ് ആയിരിക്കാം, അല്ല ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പിന്റെ എനർജീസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ഒരിക്കലും ഇവരുടെ ട്രൂ ഫീലിംഗ്സ് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പലപ്പോഴും ഞാനൊരു പേജ് ഓഫ് കപ്സ് ആണെന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഒരിക്കലും ഇവരുടെ ട്രൂ ഫീലിംഗ്സ്, ആ ഒരു ടു ഓഫ് കപ്സിന്റെ എനർജി, ആ ഒരു സോൾ മേറ്റ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, ഗൈഡ് us. ഓക്കെ, 8 of wands എനർജീസ്, സോറി 8 of swordsന്റെ എനർജീസ് ആണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് ആണ്. ഐ തിങ്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ലൈക്ക് ബീങ് ട്രാപ്ഡ്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഇയാൾക്കിപ്പം ഓക്കെ ഫൈൻ, ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാം. പക്ഷെ എന്നാലും എനിക്കൊന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന, ഒരു പേടിച്ച് നിൽക്കുന്ന ടൈപ്പ് ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു എനർജീസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു എനർജീസ് ആണ് 8 ഓഫ് സോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി വെക്കുന്നത് കൊണ്ട് തന്നെ ആള് വിചാരിക്കും ഞാൻ ഇനിയിപ്പോ എത്ര തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും സിറ്റുവേഷൻസിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല, ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഇതിലൊരു ചേഞ്ചസും ഉണ്ടാവുകയല്ല. അപ്പൊ പിന്നെ ഞാൻ അനങ്ങാതെ നിൽക്കുകയായിരിക്കും, എന്റെ ഏറ്റവും സേഫ്റ്റിക്ക് നല്ലത് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ആളിവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, സോ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ഇല്യൂഷൻ, നമ്മൾ ഇല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമ്മളുടെ തലയുടെ മുകളിലൂടെ നൂറുകണക്കിന് തോട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു കാര്യത്തെ കുറിച്ചിട്ടും. സോ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി ഇല്ല ഒരു കാര്യത്തെ കുറിച്ചിട്ടും. നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാലാളുടെ മുന്നിൽ ഉറച്ചിട്ട് 4 വേർഡ്സുകൾ സംസാരിക്കാനായിട്ടോ ആൾക്ക് അതിനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ ആ അത്രയ്ക്കുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ സൊസൈറ്റി ഫിയർ അല്ലെങ്കിൽ ട്രഡീഷൻസ്, ഫാമിലി എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്. ഫാമിലി പേഴ്സൺ ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതില് ഓക്കെ ഫൈൻ, സെൽഫിഷ് ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, സെൽഫിഷ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. Divine, please guide me. The Lovers. Okay. ലവേഴ്സ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെ പലപ്പോഴും ഓപ്ഷൻ ആയിട്ട് ഈ ഒരു വ്യക്തി വെച്ചിട്ടുണ്ടാവാം. പാസ്റ്റിന്റെ എനർജീസ് ആണ് ഞാൻ പറയുന്നുള്ളത്. നിങ്ങൾ ഓപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും. എന്നിട്ടും നിങ്ങൾ ലൈക്ക് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഇതെല്ലാം സിറ്റുവേഷൻസ് ചേഞ്ച് ആകും. പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്തിട്ട് പോലും അയാൾ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു എന്താ പറയാ, എനിക്കൊന്നുമില്ല, എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല, ഒരു ഇമോഷൻസും ഇല്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ആളിവിടെ നിന്നിട്ടുള്ളത്. ഇത് 9 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്നുള്ളത്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് വിത്ത് ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കണ്ടിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള മാരേജ് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ വിഷാണ്, അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു വിഷാണ് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ടുള്ള റീകൺസിലേഷൻ ഒക്കെ നിങ്ങൾ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം, ഇത് മേ ബി ഒരു ഹാർഡ് ടൈം ആയിരിക്കാം. അപ്പം ഈ ഒരു ടൈമും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു ടൈമും ലെഫ്റ്റ് ആകും. എന്നിട്ട് നിങ്ങൾക്കൊരു ഹാപ്പിനെസിന്റെ ഒരു ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, സർ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് വേറൊരു ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ്
ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണെങ്കിൽ ആ ഒരു വിഷ് പൂർണ്ണമാകുന്നു യൂണിവേഴ്സ് ഇവിടെ ഒരു ഗൈഡൻസ്. ഇത് എനിക്കറിയില്ല ആർക്കുള്ള മെസ്സേജസ് ആണെന്ന്, ബട്ട് ഇവിടെ ഒരു എന്താ സ്പെസിഫിക് മെസ്സേജസ് ആണ് ഇവിടെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ അത്രയ്ക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ ഫേവറിലേക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ കൊണ്ടുതരും എന്നല്ലേ പറയുന്നത്. അപ്പൊ ശരിക്കും അത് ട്രസ്റ്റ് ചെയ്യുക, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായിട്ടും അത് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഫൈൻ, സിറ്റുവേഷൻസ് നമ്മൾക്ക് ഫേവർ ആയിരിക്കില്ല, നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഫേവർ ആയിരിക്കില്ല, നമുക്ക് ട്രോമാസ് ഉണ്ടായിരിക്കാം. ബട്ട് എന്നാൽ പോലും നിങ്ങൾ അതിനെല്ലാം ഓവർകം ചെയ്ത് അതിൽ സ്റ്റേബിൾ ആയിട്ട് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ആ ഒരു എനർജി, ആ ഒരു ഫ്രീക്വൻസി പലപ്പോഴും സ്റ്റബേൺ ആയിട്ടുള്ള ഹേർട്ടിന് മാത്രമായിരിക്കും. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ സ്റ്റബേൺ ആയിട്ടിരിക്കുന്ന ആളുകളുടെ വിശ്വാസമായിരിക്കും പൂർണ്ണമാക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഫുൾഫിൽ ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും സ്റ്റബേൺ ഹേർട്ട് ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ സ്റ്റബേൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ തരാതിരിക്കാനായിട്ട് യാതൊരു സ്കോപ്പും ഇല്ല. സോ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുക. എത്ര പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു എനർജിയിൽ തന്നെ നിൽക്കുക കേട്ടോ. ഓക്കെ, ആ എനർജീസിൽ നിൽക്കുക. ദെൻ ഇവിടെ നമുക്ക് എഗെയിൻ ഒരു കാർഡ് വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജീസ് ആണ്. സോ ഈ നൈറ്റ് ഓഫ് വാൻസ് ആക്ഷനെയാണ് കാണിക്കുന്നുള്ളത്. യൂണിവേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചു പേരൊക്കെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന റിലേഷൻഷിപ്പുകളായിരിക്കാം ഈ ഒരു, ചിലരുടെയൊക്കെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. ചിലപ്പം വിക്ടിം റോൾ പ്ലേ ചെയ്യുന്ന ആളുകൾ അല്ലാത്തവരും ഉണ്ടാവും റീഡിങ് കാണുന്നുള്ളവര്. ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റുകളുള്ളത്, എന്നിട്ടും അവര് ആക്ഷൻ എടുക്കാതെ അനങ്ങാതിരിക്കുന്നുണ്ടാവും റീഡിങ്സ് കണ്ടുകൊണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസ് എന്താണ്, ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി. സോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ ആക്ഷൻ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഹയർ ലെവൽ സോൾമേറ്റ് കണക്ഷൻ ആണ് എനിക്ക് ഇവിടെ നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി വളരെ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ മെന്റലി വളരെ ക്ലോസ്ഡ് ആണ്. ഈ ഒരു റിലേഷൻ നിങ്ങൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവും, എനർജി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടോ ഇയാളായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ലല്ലോ, അല്ലെ ഈ ഒരു പേഴ്സണായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇയാളെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതിനൊരു മെയിൻ റീസൺ നിങ്ങൾ ഫുൾ ടൈം ചിന്തിക്കുമ്പോൾ ആ ഒരു എനർജി ആ ആളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എനർജി നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എപ്പോഴും അവർ കൂടെ ഉള്ള ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തിക്ക് ആ ഒരു എനർജി കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു എനർജി നിങ്ങൾ കൂടെ ഉള്ളത് തന്നെ സെയിം ഫീലിംഗ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് അവർക്ക് നിങ്ങളവിടെ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇവര് റിട്ടേൺ വരാതിരിക്കുന്നത്. എപ്പം നിങ്ങൾ ആ ഒരു എനർജി സെൽഫ് ലവിലേക്ക് കൺവേർട്ട് ചെയ്യും, നിങ്ങൾ സെൽഫ് ലവിലേക്ക് ആവും, നിങ്ങൾ നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് അവിടുന്ന് ആ ഒരു എനർജിന്ന് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നു, ആ ഒരു ടൈമിൽ അവിടെ ആൾക്ക് ട്രിഗർ ചെയ്യും. അപ്പോൾ അവർ നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ടാവും. ഇതാണ് സെൽഫ് ലവ് ചെയ്യണം എന്ന് പറയുന്നതിന് മെയിൻ റീസൺ. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിക്ക് അറിഞ്ഞോ അറിയാതെ എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനർജി കൊടുക്കുന്നത് നിർത്തുകയാണ്. അപ്പൊ അവർക്ക് ഫീൽ ചെയ്യും അവിടുന്ന് ആ ഒരു എനർജി ഡിസ്കണക്ട് ആയത് ഫീൽ ചെയ്യും. അപ്പം അവർക്കൊരു സമാധാനം ഇല്ലാതെ അവർ ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നത്, അവർക്ക് ഒരു തരത്തിലുള്ള തോട്ട്സ് നിങ്ങൾ കൊടുക്കരുത്. അവരെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഒരു തരത്തിലുള്ള തോട്ട്സും കൊടുക്കാൻ പാടില്ല. ആ ടൈമിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് ആ ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് മീൻസ് ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ എനർജീസ് ആണ് കേട്ടോ. ഇവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലൊരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് വേണം. എത്ര കാലമായി, എനിക്ക് കുറെ കാലമായിട്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ശരിയാവും, നാളെ ശരിയാവും. മേ ബി ചിലർക്കൊക്കെ ഇവിടെ ഒരു കണക്ഷൻ എൻഡായിട്ട് 1 വർഷവും 1 മാസവും ആയിട്ടുണ്ടാവാം. ഓക്കെ, 1 വർഷവും 1 മാസവും ആയിട്ടുണ്ടാവും ഈ റിലേഷൻ ഡെത്ത് എന്നുള്ള ഒരു എനർജിയിലേക്ക് വന്നിട്ട്. ചിലർക്കൊക്കെ 9 months 6 months 1 month ഒക്കെ ആയിട്ടുണ്ടാവാം സെപ്പറേഷൻ ഫേസിലേക്ക് നിന്നിട്ടുള്ളത്. ബട്ട് എന്നാൽ പോലും നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ ആ ഒരു കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ അവരെ വെയിറ്റിംഗിലാണ്. ഒരു നിമിഷം പോലും നിങ്ങൾ അവരെ മറന്നു കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ സെൽഫ് ലവിലേക്ക് ചെയ്യുക, സെൽഫ് ലവിലേക്ക് നിൽക്കുക. അങ്ങനെ സെൽഫ് ലവിലാകുമ്പോൾ ഉറപ്പായിട്ടും ആരാണേലും തിരിച്ചു വരും. ഓക്കെ,
എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്റെ വ്യൂവേഴ്സിനെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിച്ചിട്ടുള്ളത്? പ്ലീസ്. എനിക്ക് ഇങ്ങനെ പാട്ട് പാടാൻ വേണ്ടിട്ട് മനസ്സിലൊരു പാട്ട് കിടന്നിങ്ങനെ പാടുന്നു. ഓക്കെ, 3 ഓഫ് പെന്റാക്കിളിന്റെ എനർജീസ് ആണ്. 3 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കേട്ടോ. മേ ബി നിങ്ങൾ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനില് സംതിങ് ഈസ് റിലേറ്റഡ് ടു ഡിവോഴ്സ്. ഓക്കെ, ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ വൈഫാണ്, മക്കളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണിൽ 2 പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 2 പിള്ളേരുണ്ടാവാം, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും, അല്ലെങ്കിൽ 2 പെൺകുട്ടികളും ആയിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു എനർജീസ് അവിടെ ഒരു ഹാപ്പി ലൈഫ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, അവിടെ ഒരു ഹാപ്പി ലൈഫ് ആവാം, ആവാതിരിക്കാം. പക്ഷെ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും നമ്മൾ അവിടെ തേർഡ് പാർട്ടി കൂടുതലായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കറന്റ് സിറ്റുവേഷൻ ചെക്ക് ചെയ്ത് നമുക്കത് അറിയില്ല എന്താണ് അവിടെ സിറ്റുവേഷൻസ്. പക്ഷെ എനിക്ക് ഇവിടെ 10 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി ഈ ഇവരുടെ ഫാമിലിയെ ഉപേക്ഷിച്ച് ഇവര് ആ ഒരു ഫാമിലിനെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും ഒരു റീയൂണിയൻ, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എന്താ റിയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ. അതുപോലെ തന്നെ വേറൊരു എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഫേക്ക് പ്രോമിസസ് ചെയ്തിട്ടുണ്ടാവാം. നീ ആദ്യം ഫസ്റ്റില് നീ ഡിവോഴ്സ് ചെയ്യേ നിന്റെ പേഴ്സണെ, നിന്റെ ഹസ്ബൻഡിനെ, അതിനുശേഷം നമുക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കാം. അപ്പോൾ നിങ്ങളിപ്പോ വിചാരിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോ ഡിവോഴ്സ് കൊടുത്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഒരിക്കലും ഹസ്ബൻഡുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, അല്ല വൈഫുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, നിങ്ങൾ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു എനർജീസും ആവാം ഇവിടെ. ഇപ്പൊ നിങ്ങളെ ലാസ്റ്റ് ടൈം ഈ ഒരു വ്യക്തി സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ പറ്റിച്ചിട്ട്. ഇപ്പം നിങ്ങൾ അതും ഇല്ല ഇതും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, ഈ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ധാരണ മെസ്സേജസ് ആണ്, ആർക്കുള്ള സ്പെസിഫിക് മെസ്സേജസ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ആര് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലി വിട്ട് കളിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്ക് ഈ ഒരു എനർജിയോട് അത്ര വലുതില്ല. നമ്മുടെ ഫാമിലി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഫൈൻ, നമുക്കൊരു ഇൻഫാക്ച്വേഷൻസ് ഉണ്ടായി, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇൻ കേസ് വന്നു, ഓക്കെ ഫൈൻ. എന്നും പറഞ്ഞ് നമ്മുടെ ഫാമിലി, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഉപേക്ഷിച്ച് നമ്മൾ അവരുടെ പുറകേക്ക് ചാടി പോവാന്ന് വെച്ചാൽ വലിയൊരു തെറ്റായിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, നാളെ ഒരിക്കലും സ്പെസിഫിക് പേഴ്സണും കാണത്തില്ല, അവരും ഉണ്ടാകത്തില്ല, ഇവരും ഉണ്ടാകത്തില്ല, ലാസ്റ്റ് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു എനർജിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം ഒരാളെ കണ്ടിട്ട്, ഇന്നലെ വന്ന ഒരാളെ കണ്ടിട്ട് പെട്ടെന്ന് ഫാമിലി വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ബാക്കിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സാക്ട് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ, നമുക്കൊരു റിലേഷൻ ഫീൽ ചെയ്യുന്ന എപ്പോഴും ഒരു ഹോർമോണിന്റെ ഒരു ഭാഗമായിട്ടാണ്. കുറച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അവിടെ ഇല്ല ഇവിടെ ഇല്ല ആ അവസ്ഥയിലേക്ക് ആവാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. പേഴ്സണലി ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് അയ്യോ പാവം കയ്യിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒത്തിരി ക്ലയൻസിനെ എനിക്കറിയാം. ആരെയും ഇതായിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്തു പറയല്ല, പൊതുവെ നമ്മൾ ലൈഫിലും കാണാറുണ്ട് അങ്ങനെ പല സിറ്റുവേഷൻസ്. നമ്മള് ജീവിക്കുന്ന ലൈഫിലും നമ്മൾ കാണാറുണ്ട്. നമ്മൾ വാർത്തകളൊക്കെ എത്രയാ കേൾക്കാറുള്ളത്. അറ്റ് ലാസ്റ്റ് അതിപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിലാകുന്ന ആളുകൾ ഉണ്ടാവും. സോ നിങ്ങൾ എപ്പോഴും അത് ചിന്തിക്കുക. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ റൈറ്റ് ആണ്. നിങ്ങൾക്ക് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ വയ്ക്കാൻ പറ്റുന്നത്, ലിവിങ് ടു, ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷമുള്ള റിലേഷൻഷിപ്സും അഫക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഫൈൻ. ഓക്കെ, ഫാമിലിക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കണം. എത്രയൊക്കെ ഇമോഷൻസും ഫീലിങ്സും ഡോക്യുമെന്റ്സിന്റെ ഇതൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഫാമിലി എപ്പോഴും പ്രയോറിറ്റിയിലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല, ഓക്കെ ഫൈൻ, എല്ലാം ആണ്. പക്ഷെ എന്നാലും റെസ്പോൺസിബിലിറ്റി ഈസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നാളെ ഒരിക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നോക്കാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഫാമിലിയെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? സബ്ജക്റ്റിന് ഞാൻ കുറച്ചൊന്ന് മാറി, ബട്ട് എനിക്ക് തോന്നുന്നു ഇത് ആർക്കോ ഈ ഒരു മെസ്സേജിന്റെ ആവശ്യമുണ്ട്, ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട്.
ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലായിരിക്കും മീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിക്ക് ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സെലിബ്രേഷൻസിനോ പാർട്ടിക്കോ ഒക്കെ പോകുന്ന ടൈമിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് എന്തായാലും നമ്മളുടെ ടോപ്പിക് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നായിരുന്നു. അതിനുള്ള ആൻസർ ഫസ്റ്റ്ലി തന്നെ നമുക്ക് ടു ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്തു, ഏസ് ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്തു, ലവേഴ്സ് കാർഡ് ക്ലാരിഫൈ ചെയ്തു. യെസ്, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട്, പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇവരുടെ ഫാമിലിയോട് ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫാമിലി പേഴ്സൺ ആണെങ്കിൽ ഫാമിലിക്ക് ഹയർ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. ഓക്കെ, ആ ഒരു എനർജീസ് ആണ്. അപ്പൊ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളും അതുപോലെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫാമിലിയെ സെപ്പറേറ്റ് ആക്കിയിട്ട് എന്നെ മാരേജ് ചെയ്യണം അങ്ങനെയുള്ള ഒരു എനർജിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസിന് പോലും നമ്മൾ കർമാസ് ഏറ്റു വാങ്ങാറുണ്ട്. നിങ്ങളത് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ പല ചാലഞ്ചസ് വരുമ്പോൾ നമ്മളവർക്ക് എന്തുകൊണ്ട് ഇത്രയും ചാലഞ്ചസ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഉപദ്രവിച്ചില്ലല്ലോ. അതിന്റെ മെയിൻ റീസൺ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രേയേഴ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻസിന്, ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സിന് പോലും കർമ്മയുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാവുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ 9 ഓഫ് വാൻസിന്റെ എനർജീസ് ആണ്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഡിസപ്പോയിന്റ്മെന്റിനെയാണ് കാണിക്കുന്നുള്ളത്, ട്രോമാനെയാണ് കാണിക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിക്ക്, ഇനി നിങ്ങളുടെ പേഴ്സൺ മാരിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ്, പാസ്റ്റ് റിലേഷൻഷിപ്പ് ട്രോമാസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാതിരിക്കുന്നുള്ളത്. ഓക്കെ, ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ലാസ്റ്റ് ടൈം നമുക്കൊരു ജസ്റ്റ് ഫ്യൂച്ചർ ഒന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഓഫ് ദിസ് കണക്ഷൻ, പ്ലീസ് ഗൈഡ് മീ. ഹാങ്ഡ് മാന്റെ കാർഡാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഹാങ്ഡ് മാൻ റിവേഴ്സ് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ ഇത് ഹാങ്ഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻ ഫ്യൂച്ചർ എനർജീസ്, ഫ്യൂച്ചർ മീൻസ് ഇനി മുന്നോട്ടുള്ള കുറച്ച് ടൈമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ ഫ്യൂച്ചർ ഓവറോൾ എനർജി അല്ല. ഈ ഒരു ഇനി വരുന്ന കുറച്ച് ടൈമിലും ഈ ഒരു ഇയറിന്റെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഹാങ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവും. ഇതിൽ ഒരു ആക്ഷൻസും ഉണ്ടാവില്ല. ഇവരുടെ ആ ഒരു ഓവർ തിങ്കിങ് എനർജി, ആ ഒരു എനർജി ഈ ഒരു വ്യക്തിയിൽ വെളിയിൽ വരുന്നോണം വരെ നിങ്ങൾക്ക് ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതിയാവും. പിന്നെ എന്തെങ്കിലും ടോപ്പിക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.